എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാർ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന സെപ്റ്റംബർ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന സെപ്റ്റംബർ 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. Queen of Wands, Strength card, Knight of Pentacles, Star card, Ace of Swords, Two of Swords. ആദ്യം തന്നെ ക്വീൻ ഓഫ് വോൺസ് ആൻഡ് ഏസ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധയും കൊടുക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസപരമായിട്ട് ഒത്തിരി ഉയർന്നു നിൽക്കുന്ന സമയമാണ്. മത്സര പരീക്ഷകൾ, സ്കോളർഷിപ്പിനൊക്കെ സാധ്യത ഏറി നിൽക്കുന്നുണ്ട്. ഈ ഒരു മാസം ചിലപ്പോൾ എന്തെങ്കിലും സ്കോളർഷിപ്പോ കാര്യങ്ങളോ ലഭിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ പലതരത്തിലുള്ള മത്സര പരീക്ഷകൾക്ക് സാധ്യതകൾ കാണിക്കുന്നു. എൻട്രൻസ് എക്സാംസ്, അതുപോലെ സിവിൽ സർവീസ്, അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ പരീക്ഷ എഴുതുന്നവർക്ക് ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം അതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ കറക്കിക്കുത്ത് ഇത് വെറുതെ എന്തെങ്കിലും ആട്ടെ എന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം സാധ്യതകളില്ല. കാരണം ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫലം ലഭിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഓക്കെ, അതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ ഒരു കരിയറിൽ ഉന്നമനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സാധാരണ പ്രൊമോഷനോ കാര്യങ്ങളോ എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പബ്ലിക് റെക്കഗ്നിഷൻ, അപ്പോൾ അത് 4 പേര് അറിയുന്ന ഒരു കുറച്ചുകൂടി മികച്ചൊരു ഇതിലേക്ക് വരുന്നുണ്ട്. അത് വലിയ രീതിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കമ്പനി വൈഡ് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ ആകാം. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അവാർഡ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ കമ്പനി വൈഡും ആളുകൾ അറിയുന്നൊരു സിറ്റുവേഷൻ എന്നുള്ള രീതിയിലാവാം. എന്തായാലും പേരെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കുറഞ്ഞ പക്ഷം കമ്പനി വൈഡ് അങ്ങനത്തെ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദി ഇയറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവാർഡുകളാവാം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൈഡായിട്ട് എന്തെങ്കിലും നിങ്ങൾ പ്രശസ്തിയിലേക്ക് വരുന്നൊരു സാഹചര്യമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന എന്തോ ഒരു കാര്യം, എന്തോ ഒരു നല്ല കാര്യം 4 പേര് അറിയുന്നൊരു സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ. അതേപോലെ ചില ആളുകൾ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഒരു അവാർഡ്, ഒരു റെക്കഗ്നീഷൻ്റെ സമയമാണ് ഈ മാസം. അപ്പോൾ അത് ഇതിനു മുമ്പ് നിങ്ങൾ എന്തെങ്കിലും അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു അവാർഡ് 4 പേരുടെ മുമ്പിൽ വെച്ച് ഒരു അവാർഡ് ലഭിക്കുന്ന ഒരു സാഹചര്യം എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങളായിട്ട് നിങ്ങളുടെ പ്രൊഫഷനിൽ മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു 9 to 5 ജോബ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ സൈഡായിട്ട് എന്തോ ഒരുപക്ഷെ കലാപരമായിട്ടുള്ളതായിരിക്കാം. അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തം കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന തരത്തിൽ ഒരു സ്റ്റേജ് പെർഫോമൻസോ അതുപോലുള്ള ഇതിനൊക്കെ സാഹചര്യം ഒത്തു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അത് മുന്നോട്ടേക്ക് പോകുമ്പോൾ പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു ഇതിലേക്ക് പോകാനുള്ള ചാൻസസും ഭാവിയിലേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അത് ചേഞ്ച് ആവുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ വർക്ക് ചെയ്യാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ, കുറച്ചധികം നാളായിട്ട് ജോലി ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ തീരുമാനിച്ചായിരിക്കാം നിങ്ങളൊരു വീട്ടമ്മയാകാം അല്ലെങ്കിൽ ആ ഒരു ഇത്. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചും ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ജോലിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ തിരിച്ച് ജോലിയിലേക്ക് വരുമ്പോൾ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ കൂടിയും നിങ്ങൾ നല്ലൊരു പൊസിഷനിൽ നല്ല സാധ്യതകളിൽ നിൽക്കുന്നൊരു ഇതിലേക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ചില ആളുകളെ സംബന്ധിച്ചും അതായത് മാനസികമായിട്ടും ഒത്തിരി മാറ്റം ജീവിതത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചില വ്യക്തികളെ, കുറച്ച് ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും കൊളീഗ്സൊക്കെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വ്യക്തികളെ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം എന്ന് തന്നെ പറയാം. കാരണം
അവർ ഭയങ്കര പവർഫുള്ളാണെന്നുള്ളൊരു ചിന്തയായിരുന്നിരിക്കാം നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങളവർ പറയുന്നതൊക്കെ ഏറ്റെടുത്ത് നടത്തി കൊണ്ടുപോകുന്ന ഇപ്പോൾ അത് മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പവർലെസ് അല്ല എന്നുള്ളൊരു ഫീലിംഗ്. അതേപോലെ സ്ട്രെങ്ത് ആൻഡ് സ്റ്റാർ കാർഡാണ്. കാരണം ഈ ഒരു നമ്മൾ ചിലപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കും ആ വ്യക്തി, അല്ലെങ്കിൽ ഹയർ പൊസിഷനിലുള്ള ആളുകളായിട്ട് ബന്ധമുണ്ട് എന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആവാം. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഉള്ള ഇത്, അപ്പോൾ അത് അങ്ങനത്തെ സിറ്റുവേഷനൊന്നും അല്ല എന്നുള്ള തിരിച്ചറിവാണ് നിങ്ങൾക്കുണ്ടാവുന്നത്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും അവർ ഭയപ്പെടേണ്ട എന്നൊരു ഇതിലേക്കാവാം. എന്തായാലും അല്ലാതെ തന്നെ പറയുകയാണെങ്കിൽ ദൈവാനുഗ്രഹം ഒക്കെ ഉണ്ട്. അപ്പോൾ ദൈവാനുഗ്രഹത്തിൻ്റെ ആ ഒരു ബലത്തിൽ നിങ്ങൾ, അല്ലെങ്കിൽ ദൈവം എന്തിനും കൂടെ ഉണ്ട് നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് എന്നുള്ളൊരു ചിന്തയുള്ളതുകൊണ്ട് മറ്റാരും നിങ്ങൾ അടിച്ചമർത്താനായിട്ട് നിങ്ങൾ നിന്നു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു കാര്യം നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന ഒരു സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണോ ആഗ്രഹിക്കുന്നത് മനസ്സുകൊണ്ട് ചില കാര്യങ്ങളിൽ അത് സാധ്യമാകുന്നുണ്ട്. ദൈവാനുഗ്രഹമുള്ള സമയമായതുകൊണ്ട് തന്നെ പുതിയതായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനോ തുടങ്ങാനോ ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വലിയ തടസ്സങ്ങളില്ലാതെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അഥവാ ഉണ്ടാവുകയാണെങ്കിൽ ഒരു കൈത്താങ്, അല്ലെങ്കിൽ ഒരു കൈത്താങ്ങായിട്ട് ആരെങ്കിലും ആ സിറ്റുവേഷനിൽ ആ ഒരു കറക്റ്റ് സമയത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു ഫീലിംഗ് ആണ് അത്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വ്യക്തി, നിങ്ങൾ അറിയുന്നവരായിരിക്കും അറിയാത്തവരായിരിക്കും, ആ ഒരു വ്യക്തി ആ സമയത്ത് നിങ്ങളതിൽ നിന്ന് കരകയറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഒരു ദൈവത്തിൻ്റെ കരങ്ങൾ പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയിട്ടാണെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ സ്ട്രെങ്ത് കാർഡ് ആൻഡ് 2 of swords എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ആണെങ്കിലും ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ നിലനിൽക്കുന്ന സമയമാണ്. കാരണം കൺഫ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷൻ നല്ലതാണ്. അപ്പോൾ നല്ല അവസരം വരുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഇന്നത് തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുമല്ലോ. അപ്പം അത് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒത്തിരി കൺഫ്യൂഷൻ ലൈഫിൽ കൊണ്ടുവരുന്നതാണ്. കാരണം ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ വലിയൊരു ഒരവസരമല്ല ഒന്നിൽ കൂടുതൽ അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഈ അവസരങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത്, അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഇതിലേത് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏതിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളത് ആലോചിച്ച് തീരുമാനിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജി എന്നുള്ളതാണ്. അപ്പോൾ വളരെയധികം ഒരു പോസിറ്റീവ് സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തത കുറവ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയങ്ങളിൽ ദൈവികമായിട്ടുള്ളൊരു അതായത് ദൈവാനുഗ്രഹം ഉണ്ട് എന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചെയ്യാവുന്ന ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷനൊക്കെ വരുന്ന സമയത്ത് ഒന്നുകിൽ ക്ഷേത്രങ്ങളോ പള്ളികളോ അതുപോലുള്ള ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ പ്രാർത്ഥനയിലൂടെ അത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും, അല്ലെങ്കിൽ ആത്മീയതയിലൂടെ റൂട്ട് ചക്ര ബാലൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ചുവന്ന വസ്ത്രം കയ്യിൽ കരുതുന്നത് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, അതേപോലെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഈസ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. ഫൈനലി ഈ ഒരു മാസം അവസാനത്തിലേക്ക്, ഈ ഒരു മാസം തുടക്കത്തിൽ ഉണ്ടാകുന്ന ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷനിൽ ഈ മാസം അവസാനമൊക്കെ ആകുമ്പോൾ നിങ്ങൾ തന്നെ അതിനൊരു തീരുമാനം എടുക്കുന്നുണ്ട് ഫൈനലി. പിന്നെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വിദേശത്തേക്ക് പോകാനുള്ളൊരു അവസരം വരുന്നുണ്ട്. അപ്പോൾ അത് ചൂസ് ചെയ്യണോ, അത് നാട്ടിൽ തന്നെ നിൽക്കണോ, ഇങ്ങനെ ഒരു അതായത് നിങ്ങൾ മൊത്തം ഒരു പറിച്ചു നടലാണ്. അപ്പം അത് വേണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനമായിരിക്കാം ഒരു പക്ഷേ അതൊരു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് പോയിട്ട് പഠിക്കാനുള്ള അവസരവും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അടുത്തിടയ്ക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടില്ല ചില തീരുമാനങ്ങൾ എടുത്തത് ശരിയായിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കൺഫ്യൂഷനും ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, ഇപ്പോൾ ഒരു നല്ലൊരു ദൈവാനുഗ്രഹമുള്ള സമയമായതുകൊണ്ട് എന്തായാലും ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് പ്രാർത്ഥിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ സാധ്യതകളാണ്. പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സമയമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. ഓൾറെഡി എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ മരുന്നൊക്കെ കഴിക്കുന്നവർ കൃത്യമായിട്ട് മരുന്നുകൾ കഴിച്ച് മുന്നോട്ടേക്ക് പോവുക. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആക്ടിവിറ്റീസ് നിങ്ങൾ പ്രായത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുക. കാരണം അത്
ഒത്തിരി സാധ്യതകൾ നൽകുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക്. കാരണം എവിടെയും അധികം മൂവ് ചെയ്യാതിരിക്കാതിരിക്കുക എന്നുള്ളതാണ്, കുറച്ച് ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.